അതോടൊപ്പം എൻ്റെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ എനിക്ക് പറയാനുള്ളത്, ഈ റോഡ് ഞങ്ങളുടെ ഒരു ആശയത്തിൽ ഏറ്റവും ഈ റോഡ് ഫ്രീ ആക്കി വിടണം. ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിക്ക് പാർട്ടി ഓഫീസ് മുതൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഒരു ബ്ലോക്കും ഇല്ലാതെ സന്നിഗ്ധ ഘട്ടത്തിൽ ടൗൺ ബ്ലോക്ക് ആണെങ്കിൽ ഉപയോഗിക്കാനുള്ള റോഡായിട്ട് ഇതിനെ നിങ്ങൾ എല്ലാവരും പരിഗണിച്ചാൽ, ഞങ്ങൾ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ചെയർമാനോ കൗൺസിലർമാരോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ കൂടി അതിലേക്ക് സഹകരിച്ചുകൊണ്ട് ഒരു വാഹനം സുഗമമായി കടന്നു പോകാനുള്ള ആ സൗകര്യം നിങ്ങൾ ഒരുക്കണമെന്ന് കൂടി മണ്ണാർക്കാട്ടുകാരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമല്ല, അത്യാവശ്യമായിരുന്നു മണ്ണാർക്കാട് നടമാളിക റോഡ് പണി പൂർത്തിയാക്കുക, ഒരു നല്ല റോഡാക്കി മാറ്റുക എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം, ടൗണിനോട് ചേർന്ന് കിടക്കുന്ന താലൂക്ക് ഹോസ്പിറ്റൽ, രജിസ്ട്രി ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഇത്തരം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും ഹോസ്പിറ്റലിലേക്കും പോകാനുള്ള മണ്ണാർക്കാട് ടൗണിലൊന്ന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പകരം ഉപയോഗിക്കാവുന്ന ഒരു റോഡാണ് നടമാളിക റോഡ് എന്നൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ആ റോഡ് ഈ ഭരണസമിതി 2020 അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്ന് റീടാറിങ് ചെയ്തെങ്കിലും അത് ഒരു പല കാരണങ്ങൾ കൊണ്ട് റോഡ് പൊളിഞ്ഞുപോയി. പക്ഷെ അപ്പോഴാണ് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിൽ അത് നിലനിർത്തുകയും മറ്റുള്ള മുഴുവൻ ടാറിങ്ങും പൊളിച്ചു മാറ്റി ഇന്റർലോക്ക് ചെയ്യുക എന്നുള്ള ഒരു ആശയം വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഞാനും ഇവിടെ വരികയും ആ ബന്ധപ്പെട്ട LSTD AE ഓവർസിയർ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. ഇതില് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു റോഡാണത്. ഇതിന്റെ പൂർത്തീകരണം ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ റോഡ് ചെന്ന് മുട്ടുന്ന ആ ഭാഗത്ത് വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. അതിൽ ഒരു ലുബ്ധതയും ഇല്ലാതെ തന്നെ 5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ആ ഒരു ഏരിയ മുഴുവൻ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പണി പൂർത്തിയാക്കി. നമ്മളെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വലിയ പ്രയാസമായിരുന്നു, BM കോംപ്ലക്സിന്റെ അപ്പുറത്ത്. അതിനുശേഷമാണിത്. വീണ്ടും ഇതിൽ എടുത്ത എസ്റ്റിമേറ്റിൽ വന്ന കുറവോ അല്ലെങ്കിൽ അതിലുള്ള അപാകതയോ എന്തോ അറിയില്ല, പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡിന് LSTD എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷെ ടെൻഡർ കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും അത് പണി പൂർത്തിയാക്കാൻ ഇനിയും ഫണ്ട് ആവശ്യമായി വരികയും അത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ കൗൺസിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇവിടെ നിന്ന് NH പ്രവേശിക്കുന്ന അതുവരെയുള്ള ഈ റോഡിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇന്റർലോക്ക് ചെയ്ത് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ സാങ്കേതികത്വം, അതിന്റെ DPC, അതുപോലെ തന്നെ മറ്റുള്ള ടെൻഡർ, TS ആ പ്രക്രിയകൾ പൂർത്തിയാകുന്ന മുറക്ക് ഈ റോഡ് പാർട്ടി ഓഫീസ്, CPM ഓഫീസ് വരെയുള്ള NH പ്രവേശിക്കുന്ന ഭാഗം വരെ മുഴുവനായും ഇന്റർലോക്ക് ചെയ്യും. ഇപ്പോൾ അവിടെ യാത്രക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല, കുഴികളൊന്നുമില്ല. പക്ഷെ എന്തായാലും വൈകാതെ തന്നെ അതിന്റെ പണി കൂടി പൂർത്തിയാക്കും. പിന്നെ ഈ റോഡുമ്മേ ഇട്ട ഫണ്ട് 22 ലക്ഷമാണെങ്കിൽ ഇതിന് തൊട്ട് 4 ലക്ഷം ഉഭയമാർഗത്തിലേക്ക് ഇറങ്ങുന്ന റോഡ്, അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള റോഡ് ഇന്റർലോക്ക് അല്ലെ, അതുൾപ്പെടെയുള്ള ഒരു വലിയ വികസന പ്രവർത്തനം ഈ ഒരു പ്രദേശത്ത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഈ ഭരണസമിതിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ വികസനം എത്തിക്കുകയും അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയുമാണ് ഈ ഭരണസമിതി നാളിതുവരെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരെ തൊട്ട് മുമ്പിലുള്ള ഈ ബിൽഡിംഗ്, ഇത് നഗരസഭയുടേതാണ്. ഇതിന് 20 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടേക്ക് ബ്രേക്ക്, ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് ബാത്റൂം, ടോയ്ലറ്റ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവിടെ പൊതു ശൗചാലയമില്ല എന്നുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലാണ് ഇവിടെ ടേക്ക് എ ബ്രേക്കിന് വേണ്ടി 20 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിന്റെ ചുമരുകളും ആ ഭാഗങ്ങളൊക്കെ ബലപ്പെടുത്തി ബാക്കിയുള്ള അതിനുള്ളൊരു പ്ലാന് തയ്യാറായിട്ടുണ്ട്. 20 ലക്ഷം രൂപ ഈ കഴിഞ്ഞ പദ്ധതിയിൽ അതിന് വെച്ചിട്ടുമുണ്ട്. അപ്പൊ അതുകൂടി വരുമ്പോൾ ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശൗചാലയം ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ അതും നടത്തും. കാരണം ഏറ്റവും തിരക്കേറിയ രജിസ്റ്റർ ഓഫീസ്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസൊക്കെ ഈ ഒരു പ്രദേശത്താണ്. അതോടൊപ്പം എൻ്റെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ എനിക്ക് പറയാനുള്ളത്, ഈ റോഡ് ഞങ്ങളുടെ ഒരു ആശയത്തിൽ ഏറ്റവും ഈ റോഡ് ഫ്രീ ആക്കി വിടണം. ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിക്ക് പാർട്ടി ഓഫീസ് മുതൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഒരു ബ്ലോക്കും ഇല്ലാതെ സന്നിഗ്ധ ഘട്ടത്തിൽ ടൗൺ ബ്ലോക്ക് ആണെങ്കിൽ ഉപയോഗിക്കാനുള്ള റോഡായിട്ട് ഇതിനെ നിങ്ങൾ എല്ലാവരും പരിഗണിച്ചാൽ, ഞങ്ങൾ
രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ചെയർമാനോ കൗൺസിലർമാരോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ കൂടി അതിലേക്ക് സഹകരിച്ചുകൊണ്ട് ഒരു വാഹനം സുഗമമായി കടന്നു പോകാനുള്ള ആ സൗകര്യം നിങ്ങൾ ഒരുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നടമാളിക ഇന്ന് പണി പൂർത്തിയാക്കിയ വില്ലേജ് ഓഫീസ്, റൂറൽ ബാങ്ക് വരെയുള്ള ആ ഭാഗമാണ് ഇപ്പോൾ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്.